ഹായ് ഹലോ എവറി വൺ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു റീസൈക്ലിംഗ് വീഡിയോ ആണ്. ഈ ഒരു പഴയ നൈറ്റിയാണ് ഇന്ന് ഞാൻ റീസൈക്കിൾ ചെയ്യാൻ പോകുന്നത്. ഒരു കുഞ്ഞു ഫ്രോക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതും 9 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിന്. ഏകദേശം നല്ല ലെങ്ത് ഉള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 35 ആണ് ലെങ്ത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഫ്രോക്കാണ്. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, ഇത് എത്ര സമയം എടുക്കും എന്നൊന്ന് നോക്കിയാലോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഈ നമ്മുടെ ഡ്രസ്സിൻ്റെ ടോട്ടൽ ലെങ്ത്തൊക്കെ എടുത്ത് കട്ട് ചെയ്ത് നമ്മുടെ ഈ പാർട്ട് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ ടൈമർ ഓണാക്കിയിട്ട് ഇത് എത്ര ടൈം എടുക്കും എന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ടൈമർ യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇപ്രാവശ്യം ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. അധികം ഒരു കട്ടിങ്ങിൻ്റെ ആവശ്യം ഇല്ല. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഡ്രസ്സാണ്. ഞാൻ ആദ്യം ഇങ്ങനൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. ഇനി അതിന് ശേഷം നമുക്ക് ഇത് ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഈ മേളിൽ വരുന്ന പോർഷൻ, താഴത്തെ പോർഷനല്ല മേളിൽ വരുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ മടക്കി തയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് മടക്കി തയ്ച്ചതിന് ശേഷം സ്ലീവും കൂടി പിടിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ പണി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഞാനിത് ഏകദേശം 18 മിനിറ്റിനകത്താണ് ചെയ്തെടുത്തത്. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇലക്ട്രിസിറ്റി ഇല്ലാതെ പോയി, അങ്ങനെ കുറച്ച് സമയം പോയതല്ലാണ്ട് ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായ ഒരു ടൈം ഗ്യാപ്പും കൂടി നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 15 മിനിറ്റ്സിനകത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതിന് താഴെ ടൈം എടുത്ത് തീർക്കാനും പറ്റും എന്നെനിക്ക് തോന്നുന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ ഇവിടെ സ്ലീവിന് വേണ്ടിയിട്ട് 5 ഇഞ്ചസ് വീതി നീളം അത് ഫുള്ള് ഞാൻ അങ്ങ് എടുക്കുവാണ്. കാരണം ഗ്യാദേഴ്സ് കൊടുത്തിട്ട് സ്ലീവ് കുറച്ച് ഫ്രില്ല് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാണ്. ഇതിലിപ്പോൾ മെഷർമെൻറ്റ്സ് പറയാനായിട്ട് ഒന്നുമില്ല, കാരണം ഇത് നൈറ്റിന്ന് ഞാൻ കട്ട് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ മെഷർമെൻറ്റ്സ് ഒന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് നമ്മൾ താഴത്തെ സ്കേർട്ടിൻ്റെ നമ്മുടെ നൈറ്റിയുടെ താഴത്തോട്ടുള്ള പോർഷൻ ആണ് എടുത്തേക്കുന്നത്. എത്ര ലെങ്ത്ത് വേണോ അതനുസരിച്ച് നമുക്ക് മേളിലോട്ട് കയറി വരുമ്പോൾ അതിൻ്റെ എന്താ പറയുക, ഷേപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒത്തിരി താഴത്തേക്കാൾ സ്പേസ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം മേളിലത്തെ പോർഷനാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ സ്ലീവ് പാർട്ടിന് വേണ്ടി ഇതുപോലൊരു കർവ് കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവിലത്തേക്കും വേണ്ടിയുള്ള പോർഷൻസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു പോർഷനാണ്. അതിന് ഞാനപ്പോൾ ഈ ഫ്രണ്ട് പോർഷനിൽ സിപ്പൊക്കെ ഉള്ളത് അതൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് നമ്മൾ ബാക്ക് പോർഷനാണ് ഇനി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു ലൈക്ക് ചെയ്തെന്ന് വെച്ച് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ച് ഒന്നും നഷ്ടപ്പെടാൻ. പക്ഷേ നമുക്ക് ഓരോ ദിവസം നമ്മുടെ ചാനലെടുത്ത് നോക്കുമ്പോൾ ഓരോ സബ്സ്ക്രൈബറും നമുക്ക് കൂടി വരുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ എൻ്റെ ആ ഹാപ്പിനെസ്സിലേക്ക് നിങ്ങളും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വളരെ വലുതാണ്. അപ്പോൾ ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ 2 ആക്കി എടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യാൻ സ്ലീവുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഇതാണ്. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ സ്ലീവ്, നമ്മൾ നേരത്തെ എടുത്ത സ്ലീവ് ഉണ്ടല്ലോ, സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിനെ നമുക്ക് കുഞ്ഞു ഗ്യാദേഴ്സ് കൊടുത്തിട്ട് നമ്മളിത് ഇപ്പോൾ ഈ മടക്കി വെച്ചേക്കുന്നതിൻ്റെ അകത്തുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതാണ് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ആ സ്ലീവിൻ്റെ എൻഡ് പോർഷൻ മടക്കി തയ്ക്കുന്നത് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ ഒത്തിരി ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതുപോലെ ഇതാക്കണ്ട 2 സൈഡിലും നമുക്കിങ്ങനെ വെച്ച് അതൊന്ന് തയ്ച്ചെടുക്കുകയാണ് ഇനി അടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള. ഇപ്പോൾ തന്നെ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം, എത്ര സമയം കുറച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഞാൻ ഈ ടൈമർ മെയിനായിട്ട് ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ വലിയ പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ ആദ്യം ഒരു കൈക്കുഴിയുടെ ആ ഭാഗം അത് ഞാൻ കട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോൾ അത് ചെറിയൊരു കൈക്കുഴി പോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്.
അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഉടുപ്പ് തയ്ച്ച് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇടാനായിട്ടുള്ള ഒരു ഇത് കാണുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ ഈ മുലക്കച്ച കെട്ടുന്നത് പോലെ ഇരിക്കും. അതിനേക്കാൾ നല്ലത് ഇതുപോലെ നമ്മൾ കൈയുടെ ഇവിടെ ആം ഹോളിൻ്റെ ഇതൊക്കെ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ മടക്കി തച്ച് ഒരു ചെറിയൊരു ഹോള് റെഡിയാക്കി എടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇനി എലാസ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ദാ ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം, ഇടുമ്പോൾ നല്ല സുഖമാണ് എന്നൊക്കെയാണ് മോള് പറഞ്ഞത്. അപ്പോൾ ഇടുന്ന നേരത്തും അവിടെ ഇവിടെയും ടൈറ്റായിട്ടോ അങ്ങനത്തെ ഒരു ഫീലോ അങ്ങനെ ഒന്നുമില്ല. നല്ല വീട്ടിലിടാനായിട്ട് സുഖമായി ഇട്ടുകൊണ്ട് നടക്കാൻ, ചൂട് സമയത്തൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയാണ്. എലാസ്റ്റിക്കും കൂടി ഞാൻ 2 സൈഡും വെച്ചെടുത്തിട്ടുണ്ട്. കുറേ പോർഷനൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നമ്മുടെ ആ ആം ഹോളിൻ്റെ അവിടെയും ഒന്ന് മടക്കി തച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എലാസ്റ്റിക് വെച്ചതിന് ശേഷമുള്ള നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 12 മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ സ്ലീവിൻ്റെ പോർഷൻ, അത് രണ്ടും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ഞാനത് കാണിച്ചു തന്നതേ ഉള്ളൂ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത്. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഫ്രോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. ഇത്രയേ ഉള്ളൂ, വേറെ ഇനി ഇതിൽ പണിയൊന്നുമില്ല. ഈ സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാനിതിൽ മെഷർമെൻറ്റ്സ് ഒന്നും കാണിക്കാത്തത് ഇതിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത്. കാരണം നമുക്കൊരു നൈറ്റി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ നമ്മുടെ ഈ വേസ്റ്റ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ബസ്റ്റ് ഏരിയയ്ക്ക് താഴോട്ടൊക്കെ ഏകദേശം ഒരു ചെറിയ കർവ് പോലെയൊക്കെ വരുന്ന ആ ഭാഗമൊക്കെ ഇത്തിരി സ്ലിം ആയിട്ടുള്ള സ്ഥലമായിരിക്കും. പിന്നെ നമ്മുടെ താഴ്ഭാഗം എന്ന് പറയുന്നത് നമുക്ക് നടക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് അത് ഇത്തിരി വലുപ്പമുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്ത്, ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിക്കൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വയറിൻ്റെ ആ ഭാഗം വെച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അവർക്ക് ഫ്രിൽസ് ഒത്തിരി വരും. അതുകൊണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് അവിടുത്തെ മെഷർമെൻ്റ് ഒന്നും ഞാൻ കാണിക്കാത്തത്. പിന്നെ സ്ലീവിൻ്റെ ആ പോർഷനിലേക്ക് ഉള്ളതെന്ന് പറയുന്നത് ഏകദേശം 8 ഇഞ്ചസ് വരും. കാരണം ഒരു സൈഡ് ഇപ്പം നമ്മുടെ ഫ്രണ്ട് സൈഡത്തെ മാത്രം നമ്മുടെ ഷോൾഡർ ടു ആ പോയിൻ്റ് വരെ, നമ്മൾ ആ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ആ പോയിൻ്റ് വരെ 4 ഇഞ്ചുണ്ട്. അപ്പോൾ 2 സൈഡും കൂടി ആകുമ്പോൾ ടോട്ടൽ 8 ഇഞ്ചസാണ് വന്നേക്കുന്നത്. പിന്നെ സ്ലീവ് എന്ന് പറയുന്നത് ഗ്യാദേഴ്സൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് അതിനകത്ത് വരുന്നത് പോലെ മാത്രം മതിയായിരുന്നു. ഓരോ കുട്ടികളുടെ അളവ് വ്യത്യാസം വരും, പക്ഷെ ചെയ്യുന്ന രീതി ഏകദേശം ഇത് സെയിമാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് എന്താണോ അളവ് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതേ സാധനം നമുക്ക് വലിയവർക്കും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ വീതി നീളം മാറും. പിന്നെ നമ്മുടെ ഷോൾഡർ ടു നമുക്ക് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള അതുവരെയുള്ളതും ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡ്രസ്സ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്, വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 18 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അത് കാണിക്കാത്തത് അത്രയും ലെങ്തി വീഡിയോ ആക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഇത് മാത്രമായിട്ട് കാണിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. പിന്നെ ഓൾറെഡി തന്നെ താഴെയെല്ലാം നൈറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ആകെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ആം ഹോളിൻ്റെ അവിടെയും നമ്മൾ സ്ലീവ് വെക്കുന്നതും പിന്നെ എലാസ്റ്റിക് വെക്കാനുള്ള പോർഷനും ഇത്രയും മാത്രമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നത്. ഇതിലും കുറഞ്ഞ സമയത്തിന് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾക്കായിട്ട് പോയപ്പോൾ അത് ഇച്ചിരി ലേറ്റായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഇത്രയും പെട്ടെന്നൊരു ഡ്രസ്സ് ചെയ്തെടുക്കാൻ സാധിച്ചു എന്ന സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ 18 മിനിറ്റ് 34 സെക്കൻഡ് കൊണ്ട് ഞാൻ ഈ ഫ്രോക്ക് ഫിനിഷ് ചെയ്തെടുത്തേക്കുവാണ്. വീണ്ടും പറയുന്നു, വളരെ സിമ്പിളാണ്. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഏറ്റവും
എളുപ്പമുള്ളൊരു ഡ്രസ്സാണ്. നമ്മൾ ഒരു ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വലുതാണ്. അപ്പോൾ ആദ്യം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ കോൺഫിഡൻസ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള ബിഗിനേഴ്സായിട്ട് ഉള്ള ആൾക്കാർക്ക് ഈ കുട്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.